നമ്മൾ ആ പാതിവില തട്ടിപ്പിന്റെ ആ ഒരു വ്യാപ്തിയിലേക്ക് പോവുകയാണ്. പാതിവില തട്ടിപ്പിൽ കോഴിക്കോട് 4ാമത്തെ കേസ് രജിസ്റ്റർ ചെയ്തു. അത്തോളി പോലീസാണ് അനന്തകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തത്. പാതിവില തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി അനന്തകൃഷ്ണനുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. ഈരാറ്റുപേട്ടയിൽ തട്ടിപ്പ് പണം ഉപയോഗിച്ച് അനന്തു വാങ്ങിയ സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തി. ഇടുക്കി മുട്ടം മേഖലകളിലും തെളിവെടുപ്പുണ്ടായി. വിവരങ്ങളുമായി ചേരുന്നത് കോഴിക്കോട് നിന്ന് അഭിജിത്ത് മുഴക്കുന്നാണ്. അഭിജിത്ത്, ഗുഡ് ഈവനിങ്. ഇപ്പോൾ ഈ ഒരു വിഷയം, ഇത് കേസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ഇടത്തൊന്നുമല്ല, സംസ്ഥാന വ്യാപകമായി കേരളത്തിന്റെ ഒരു പൊളിറ്റിക്കൽ മാപ്പ് എടുത്ത് വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ഈ കേസ് ഇങ്ങനെ വ്യാപിച്ചു കിടക്കുക. ഇതിനുവേണ്ടി ഇനി പ്രത്യേക പോലീസ് സ്റ്റേഷനും കോടതിയും ഒക്കെ ഉണ്ടാക്കേണ്ടി വരുമോ എന്ന ചോദ്യത്തിനിടയിലാണ് ഇയാളെയും കൊണ്ട് തെളിവെടുപ്പ് നടത്തുന്നതും പുതിയ പുതിയ കേസുകൾ വരുന്നതും. അവയ്ക്ക് തന്നെ ചിരി വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ പുതിയ കേസ്? കൃഷിന, കോഴിക്കോട് ജില്ലയിൽ എടുക്കുന്ന 4ാമത്തെ കേസാണിത്. ജില്ലയിൽ തന്നെ 5500-ലധികം പേർ ഇത്തരത്തിൽ ഈ അനന്തകൃഷ്ണന്റെ വാഗ്ദാനം വിശ്വസിച്ച് സ്കൂട്ടർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വാങ്ങുന്നതിനായി കാത്തിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പരാതിക്കാർ നിരന്തരം പോലീസ് സ്റ്റേഷനുകളിലേക്ക് എത്തുന്നുണ്ട്. പ്രധാനമായും ഈ NGO സ്ഥാപനങ്ങളാണ് കോഴിക്കോട് ജില്ലയിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളെ സമീപിച്ച് പരാതി നൽകുന്നത്. അതിലിപ്പോൾ അത്തോളി പോലീസാണ് അനന്തകൃഷ്ണൻ ഉൾപ്പെടെയുള്ള 5 പേർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. അതിൽ ഈ പരാതി നൽകിയിട്ടുള്ളത് സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി തെരുവത്ത് കടവ് എന്ന സംഘടനയുടെ സെക്രട്ടറിയാണ്. ഈ സെക്രട്ടറി പറയുന്നതനുസരിച്ച് 6,87,00,000-ലധികം രൂപ ഇത്തരത്തിൽ ഈ സംഘടന മുഖാന്തരം ഇയാൾ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. വലിയ സംഖ്യയാണത്. കഴിഞ്ഞ ദിവസം താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലും ഇതുപോലെയുള്ളൊരു കേസെടുത്തിരുന്നു. അവിടെ IDC ചെയർമാനായ നിജേഷ് അരവിന്ദായിരുന്നു പരാതിക്കാരൻ. അവിടെയും പറയുന്നത് 1 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് ഈ രീതിയിൽ അനന്തകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ നടത്തി എന്നതാണ്. നേരത്തെ 2 കേസുകൾ നടക്കാവ് പോലീസ് സ്റ്റേഷൻ എടുത്തിരുന്നു. സമാനമായ രീതിയിൽ തന്നെയായിരുന്നു പരാതികൾ. NGO സ്ഥാപനങ്ങളാണ് ഇവിടെയും പരാതിയുമായി എത്തിയത്. ഏതായാലും വരും ദിവസങ്ങളിലും കൂടുതൽ പരാതികൾ ഉണ്ടാകും. കേസുകൾ ഉൾപ്പെടെ കൂടുതൽ ഇനി വരുന്ന ദിവസങ്ങളിൽ രജിസ്റ്റർ ചെയ്യുമെന്നാണ് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. കൃഷ്ണ, ശരി. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. ഇനി വിഷ്ണു സുരേഷ് ഉണ്ട് വിവരങ്ങൾ നൽകാനായിട്ട്. വിഷ്ണു, നമ്മൾ ഈ ഒരു വാർത്ത പുറം ലോകം അറിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതെന്താണിത്, കേരളം മൊത്തം അങ്ങോളം ഇങ്ങോളം വ്യാപിച്ച് കിടക്കുകയാണ് കേസുകളും പരാതികളും. ഇനി ഇതിന്റെ തെളിവെടുപ്പ് എങ്ങനെയായിരിക്കും? കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി മടുക്കുമല്ലോ കേരള പോലീസിന്. തെളിവെടുപ്പിന്റെ വിവരങ്ങൾ പറയൂ വിഷ്ണു. ശ്രീനിത, മുട്ടത്തും അതോടൊപ്പം തന്നെ ഈരാറ്റുപേട്ടയിലുമാണ് തെളിവെടുപ്പ് നടന്നത്. ഈ 2 പ്രദേശത്താണ് അനന്തകൃഷ്ണൻ തട്ടിപ്പ് പണം ഉപയോഗിച്ച കോടിക്കണക്കിന് രൂപ വരുന്ന തട്ടിപ്പ് പണം ഉപയോഗിച്ച് സ്ഥലം വാങ്ങിയത്. അവിടുത്തെ വിവരങ്ങളൊക്കെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. നാളെ ആയിരിക്കും എറണാകുളത്ത് തെളിവെടുപ്പ് ഉണ്ടാകുക. എറണാകുളത്തെ അനന്തുവിന്റെ ഓഫീസിലും അതോടൊപ്പം താമസിച്ചിരുന്ന ഫ്ളാറ്റിലുമായിരിക്കും തെളിവെടുപ്പ് നടത്തുക. തിങ്കളാഴ്ച കസ്റ്റഡി കാലാവധി അവസാനിക്കും. മൂവാറ്റുപുഴയിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ മാത്രമാണ് നിലവിൽ അനന്തകൃഷ്ണന്റെ കസ്റ്റഡി വാങ്ങിയിട്ടുള്ളത്. ഇതിൽ 25ഓളം പരാതികൾ സംസ്ഥാന വ്യാപകമായി ഉണ്ട്. അതുകൊണ്ട് തന്നെ വിവിധ ഇടങ്ങളിലേക്ക് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി അവിടെ എല്ലാ കേസുകളിലും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. ഒരുപക്ഷെ അതിനു മുമ്പ് ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുക്കുകയാണെങ്കിൽ ഒരൊറ്റ കേസായി ഈ പരാതികളെല്ലാം ഒറ്റ കേസായി ഏകീകരിച്ച് അന്വേഷിക്കാനുള്ള നീക്കത്തിലേക്ക് പോകും. ആ ഘട്ടത്തിലായിരിക്കും ഈ രാഷ്ട്രീയ നേതാക്കളുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളിലൊക്കെ ഒരു വിശദമായ അന്വേഷണം ഉണ്ടാകുക. നിലവിൽ പോലീസ് അന്വേഷിക്കുന്നത് മൂവാറ്റുപുഴ കേസാണ്. അതോടൊപ്പം തന്നെ ഇയാളുടെ 19 ബാങ്ക് അക്കൗണ്ടുകളും അതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഇടപാടുകളും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ശരി. 19 ബാങ്ക് അക്കൗണ്ടുകളും അതുമായി ബന്ധപ്പെട്ട ഇടപാടുകളുമാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.